അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. പള്ളി നിർമ്മാണം പൂർത്തിയായപ്പോൾ കിഴക്കേ ചുവരിനോട് ചേർന്ന് 2 കൊച്ചു വീടുകൾ ഉണ്ടാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പന കൊടുത്തു. ഒന്ന് പത്നി സൗദ റളിയല്ലാഹു അൻഹയ്ക്കും മറ്റേത് വിവാഹക്കരാർ ഉറപ്പിച്ച ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും ആയിരുന്നു. വിവാഹക്കരാർ ഉറപ്പിച്ച എന്ന് പറഞ്ഞാൽ മക്കയിൽ വച്ചു തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ വീട്ടിൽ കൂടൽ നടന്നിട്ടില്ല എന്ന്. സൗദ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായപ്പോൾ മഹദിയെയും വഫാത്തായ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയിലുള്ള മക്കളായ ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹുമ എന്നിവരെയും മദീനയിലേക്ക് കൊണ്ടുവരാൻ ദത്തുപുത്രൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പത്നി ഉമ്മു റുമാന റളിയല്ലാഹു അൻഹയെയും മക്കളായ അസ്മാ, ആയിഷ റളിയല്ലാഹു അൻഹുമ എന്നിവരെയും കൊണ്ടുവരാൻ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെയും വിട്ടു. അതേസമയം സെയ്ദ് റളിയല്ലാഹു അൻഹു പത്നി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെയും മകൻ ഉസാമ റളിയല്ലാഹു അൻഹുവിനെയും മറ്റുള്ളവരോടൊപ്പം മദീനയിലേക്ക് എത്തിക്കുകയുണ്ടായി. ത്വൽഹ റളിയല്ലാഹു അൻഹുവും തൻ്റെ സ്ഥാവര സ്വത്തുക്കളെല്ലാം വിറ്റഴിച്ച് അവരോടൊപ്പം പലായനത്തിൽ പങ്കുചേർന്നു. അങ്ങനെ അവരൊക്കെ മദീനയിലെത്തി. അധികം താമസിയാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയെ സുബൈർ റളിയല്ലാഹു അൻഹുവിന് കെട്ടിച്ചു കൊടുത്തു. സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് സഫിയത്തു ബിന്തു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ മാസങ്ങൾക്ക് മുമ്പേ മദീനയിലെത്തിയിട്ടുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി ഖുറൈബ റളിയല്ലാഹു അൻഹയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ട വയോധികനായ പിതാവ് അബൂ ഖുഹാഫയെ പരിചരിക്കേണ്ടുന്നതിനാൽ മക്കയിൽ തന്നെ തങ്ങേണ്ടി വന്നു. അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയ്ക്ക് പുറമെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ഏകദേശം സമപ്രായമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിക്കുകയുണ്ടായി. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പ്രായമുള്ള സ്ത്രീയാണ്. ബറക്ക എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. ജനനത്തിനു മുമ്പേ പിതാവും ബാല്യത്തിൽ തന്നെ മാതാവും വിട്ടുപിരിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരിൽ നിന്ന് അനന്തരം ലഭിച്ച എത്യോപ്യൻ വംശജയായ അടിമ സ്ത്രീയായിരുന്നു മഹദി. അവിടുന്ന് മാതാവിൻ്റെ വാത്സല്യം നൽകി പരിപാലിച്ചത് മഹദിയാണ്. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹയെ അവിടുന്ന് വിവാഹം ചെയ്തപ്പോൾ ബറക്കയെ സ്വതന്ത്രയാക്കി ഖസ്റജ് ഗോത്രത്തിലെ ഉബൈദ് ബിൻ സെയ്ദ് എന്നയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയായിരുന്നു. ഈ ദാമ്പത്യത്തിൽ അവർക്ക് ഐമൻ എന്ന ഒരു മകനുണ്ട്. ആ മകനിലേക്ക് ചേർത്താണ് ഉമ്മു ഐമൻ അഥവാ ഐമനിൻ്റെ മാതാവ് എന്ന വിളിപ്പേര് അവർക്ക് ലഭിച്ചത്. താൻ വളർത്തിക്കൊണ്ടുവന്ന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചപ്പോൾ താമസം വിന അവരതിൽ വിശ്വസിച്ചു. ഇതിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഉബൈദിൽ നിന്ന് അവർ വിവാഹമോചനം നേടുകയായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായി: ആരെങ്കിലും ഒരു സ്വർഗീയ മഹിളയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഉമ്മു ഐമനെ വിവാഹം ചെയ്യട്ടെ. ഇതു കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അവരെ വരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മഹദിയെ കൂടാതെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ഏകദേശം സമപ്രായക്കാരിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. അതിനുവേണ്ടി അവിടുന്ന് കണ്ടെത്തിയത് തൻ്റെ പിതൃ സഹോദരി പുത്രി സൈനബ് ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെയാണ്. എന്നാൽ സൈനബ് റളിയല്ലാഹു അൻഹ ആ വിവാഹത്തിന് വിസമ്മതിച്ചു. കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം പുത്രനായി ദത്ത് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അദ്ദേഹം അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരായിരുന്നു. വിമോചിത അടിമകളെ അധമ വിഭാഗമായിട്ടാണ് അറബികൾ കണക്കാക്കിയിരുന്നത്. കുലീനയും സുന്ദരിയുമായ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് സ്വാഭാവികമായും
സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ മാരനായി സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നീ അവനെ സ്വീകരിച്ചേ തീരൂ എന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തത്സമയം അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ അങ്ങ് നിർബന്ധം പിടിക്കുകയാണോ? ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദിവ്യവചനം അവതരിക്കുകയുണ്ടായി. അള്ളാഹുവും അവൻ്റെ ദൂതനും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അക്കാര്യത്തിൽ സ്വന്തമായ തീരുമാനമെടുക്കാൻ ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും അവകാശമില്ല. ആർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുന്നുവോ അവർ സ്പഷ്ടമായ ദുർമാർഗത്തിൽ പെട്ടുകഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ അദ്ധ്യായം അൽ അഹ്സാബ് വചനം 36. അതോടെ സൈനബ് റളിയല്ലാഹു അൻഹ വിവാഹത്തിന് സമ്മതിക്കുകയും തുടർന്ന് ആ വിവാഹം നടക്കുകയും ചെയ്തു. ഏതാണ്ട് ഇതേ സമയത്താണ് മഹദിയുടെ സഹോദരി ഹംനത്തു ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുന്നത്. അധികം കഴിയുന്നതിന് മുമ്പ് മഹദിയുടെ മാതാവ് ഉമൈമത്തു ബിന്ത് അബ്ദുൽ മുത്തലിബും മദീനയിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് ഇസ്ലാമിക പ്രവേശം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. സൗദ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നിവർ മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടൊപ്പം പുതിയ വീട്ടിൽ താമസം തുടങ്ങി. മദീനയിലെത്തിയത് മുതൽ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നുവല്ലോ അവിടുന്നിൻ്റെ താമസം. പുതിയ ഗൃഹപ്രവേശനം കഴിഞ്ഞ് 1-2 മാസം പിന്നിട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം നിശ്ചയിക്കപ്പെട്ടു. 9 വയസ്സാണിപ്പോൾ മഹദിയുടെ പ്രായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാവട്ടെ 53 വയസ്സും. എങ്കിലും അവിടുന്ന് ഇപ്പോഴും കണ്ടാൽ തികഞ്ഞ ഒരു യുവാവ് തന്നെയാണ്. അവിടുന്നിൻ്റെ കണ്ണിൻ്റെ തേജസ്സിന് ഒരു കുറവും വന്നിട്ടില്ല. ആകാര സൗഷ്ഠവത്തിനോ മുടിയുടെയും താടിയുടെയും കറുപ്പിനോ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അവിടുന്ന് ഏറെ പരിചയമുള്ളവരും പ്രിയമുള്ളവരും തന്നെയാണ്. പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറ്റമിത്രമായ അവിടുന്ന് മക്കയിലായിരിക്കെ മിക്ക ദിവസങ്ങളിലും വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതലേ തൻ്റെ ബാപ്പയും ഉമ്മയും മറ്റാർക്കും നൽകാത്ത പരിഗണനയും സ്നേഹവും അവിടുന്ന് നൽകി വരുന്നത് കണ്ടാണ് മഹദി റളിയല്ലാഹു അൻഹ വളർന്നത്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഹിജ്റ പോകുമ്പോൾ വീടും നാടും സ്വത്തുക്കളും സ്വന്തക്കാരെയും എന്തിനേറെ തങ്ങളെപ്പോലും വിട്ട് പിതാവും അവിടുന്നതിനോടൊപ്പം കൂടുകയായിരുന്നു. അവിടുന്ന് ദൈവദൂതരാണെന്നും ദൈവത്തിൻ്റെ സന്ദേശവാഹകൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമുമായി സംഭാഷണം നടത്തുന്നവരാണ് എന്നതുമൊക്കെ മഹദിക്കും അറിവുള്ളത് തന്നെ. സ്വന്തം ചൂണ്ടുവിരൽ കൊണ്ട് ആംഗ്യം കാണിച്ച് ചന്ദ്രൻ പിളർത്തിയതും ഒറ്റ രാത്രി കൊണ്ട് പ്രപഞ്ചാരോഹണം നടത്തി തിരിച്ചു വന്നതുമൊക്കെയായ അവിടുന്നിൻ്റെ അതുല്യമായ വ്യക്തിപ്രഭാവം ഒളിമങ്ങാത്ത ദൃശ്യമായി മഹദിയുടെ മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. ലളിതമായാണ് വീട്ടിൽ കൂടൽ ചടങ്ങ് നടന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചില കൂട്ടുകാർ എല്ലാ ദിവസവും മഹദിയോടൊപ്പം കളിക്കാൻ വരാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്കുള്ള മാറിത്താമസത്തിന് ശേഷവും ഈ പതിവിന് വിഘ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.